Hi friends, good morning. Finally നമ്മുടെ ഗെയിമിലേക്ക് ഡബിൾ ട്രബിൾ ഈവന്റ് വന്നിരിക്കുകയാണ്. ഡബിൾ ട്രബിൾ ഈവന്റിന്റെ ബാനറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ പോകുന്നത് ഡബിൾ ട്രബിൾ ഈവന്റിലോട്ടാണ്. ഇവിടെ നമുക്ക് പുതിയ ടട്സൂയ എന്ന ക്യാരക്ടർ കാണാം. പിന്നെ നമുക്ക് പ്ലേ ടൈം ചാലഞ്ച്, പിന്നെ ഗ്രോസ ഫൈറ്റർ, വൈപ്പർ റോയൽ തുടങ്ങിയ ഒരുപാട് ടാസ്കുകൾ, മിഷൻസ് കാണാൻ സാധിക്കും. എന്തൊക്കെ റിവാർഡ്സ് ആണ് നമുക്ക് ലഭിക്കുക നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കലണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഡബിൾ ട്രബിളിന്റെ ഇവിടെ നമുക്ക് എല്ലാ റിവാർഡ്സും കാണാം. എന്തൊക്കെ റിവാർഡ്സ് കിട്ടുമെന്ന് കാണാൻ സാധിക്കും. നമുക്ക് ബാറ്റിന്റെ സ്കിന്ന് കാണാം, പിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാറിന്റെ സ്കിന്ന്, ദെൻ ഗൈസ് നമുക്ക് നല്ല വളരെ മാസമായിട്ടുള്ള ഒരു ഇമോട്ട് ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഒക്ടോബർ 2 ബൂയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്നത് നല്ല മാസമായിട്ടുള്ള ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ കാണാം നമുക്ക് നല്ലൊരു ബണ്ടിൽ ലഭിക്കുന്നുണ്ട്, സർഫ് ബോർഡ് കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ 28 ആകുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ബണ്ടിലും നമുക്ക് സർഫ് ബോർഡ് സ്കിന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും എക്സ്ചേഞ്ച് സ്റ്റോർ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ടട്സൂയ ക്യാരക്ടർ, പാൻഡ സ്കിന്ന്, പിന്നെ നമുക്ക് പെരിന്റെ സ്കിന്നുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇമോട്ട് ലഭിക്കാൻ പോകുന്ന ഈവന്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട് ഒക്ടോബർ 2 ആകുമ്പോഴേക്കും. ഗ്രിസാസ് ട്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊരു പേജാണ്. നമുക്ക് ഈ ഒരു ഈവന്റ് പേജാണ്. ഇതൊരു എക്സ്ചേഞ്ച് സ്റ്റോർ ആണ്. നമുക്ക് 40 സ്മാർട്ട് ഫോണിന്റെ ടോക്കൺ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക ഈ ഒരു ബണ്ടിലായിരിക്കും. ഇത് കണ്ടില്ലേ, നല്ലൊരു മാസം ബണ്ടിൽ എന്ന് വേണം പറയാനായിട്ട്. നല്ല അടിപൊളി കൂൾ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് താഴെയായിട്ട് 20 ടോക്കൺ കൊടുത്താൽ ലഭിക്കാൻ പോകുന്നത് നല്ലൊരു സ്കൈ ബോണിന്റെ സ്കിന്നാണ്. ഇത് നല്ല ലെജൻഡറി ആയിട്ടുള്ള സ്കൈ ബോണിന്റെ സ്കിന്നാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്കൈ ബോണിന്റെ സ്കിന്നാണിത്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സ്കൈ ബോണിന്റെ സ്കിൻ. ഓക്കെ, പിന്നെ നമ്മൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് കുറച്ച് ഗണ്ണിന്റെ ക്രേഡ്സുകളും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 8 ടോക്കൺ കൊടുത്താൽ ലഭിക്കാൻ പോകുന്നത് ഗണ്ണിന്റെ ക്രേഡ്സുകളാണ്. MP40 സ്കിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ടോക്കൺസ് കിട്ടും നമുക്ക് ഈ ബണ്ടിലൊക്കെ എടുക്കാനായിട്ട്? ഇവിടെ ഫ്രീ ഫയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏൺ ടോക്കൺസ് ഫ്രം ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ്. നമ്മൾ ഗെയിം കളിച്ചിട്ട് ബാക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ടോക്കൺ ആയിരിക്കും. പിന്നെ ഗ്രീസാസ് എന്ന് പറഞ്ഞിട്ടുള്ള മിഷനിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ടോക്കൺ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കലണ്ടറിൽ കാണാം ഡെയിലി മിഷൻസ് ആൻഡ് ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് സ്റ്റാർട്ട് ആവുന്നത് സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് സ്റ്റാർട്ട് ആവും. അപ്പോൾ നമ്മൾ ഗെയിം കളിച്ചിട്ട് ബാക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ടോക്കൺ ആയിരിക്കും. മറ്റൊരു ഈവന്റ് ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, പ്ലേ ടൈം ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇന്ന് നമ്മളൊരു 90 മിനിറ്റ് ഗെയിം കളിച്ചാൽ ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ബാറ്റിന്റെ സ്കിന്നാണ്. നല്ലൊരു ബാറ്റിന്റെ സ്കിന്നാണ് ഇത് ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബാറ്റിന്റെ സ്കിൻ അല്ലേ. സോ നമുക്ക് സെപ്റ്റംബർ 28 ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കുറേ ടോക്കൺസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബണ്ടിൽ എടുക്കാൻ സാധിക്കും. ദെൻ നമുക്ക് ഗ്രിസാസ് ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് കാണാം, മിഷൻ കാണാം. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊരു ഗെയിം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ടോക്കൺസ് ലഭിക്കുന്നുണ്ട്. ഒരു 5 ടോക്കൺസ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡയമണ്ട് റോൾ വൗച്ചറും വെപ്പൺ റോൾ വൗച്ചറും ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കും. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഗെയിം കളിച്ചാലും ലഭിക്കാൻ പോകുന്നത് ഈ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു 300ന്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കുമ്പോൾ ലഭിക്കാൻ പോകുന്ന ഈ ഒരു ടോക്കണാണ്. നമ്മളൊരു 500ന്റെ മൈൽ സ്റ്റോൺ എത്തുമ്പോൾ ലഭിക്കാൻ പോകുന്ന ഗണ്ണിൻ്റെ ക്രേഡ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ 800ൻ്റെയും പിന്നെ നമ്മൾ 6ൻ്റെയും മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കും. അവസാനം നമുക്ക് വൗച്ചേഴ്സ് ലഭിക്കും. സോ നമുക്ക് എല്ലാവർക്കും ഗെയിം കളിക്കാം. ഇവിടെ ഗെയിം ആണെങ്കിൽ സ്റ്റാർട്ട് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഗെയിം കളിക്കണം. ഗെയിം കളിച്ചാലായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ആ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആവുക. വേറെ ഒന്നല്ല, ഈ ഗെയിം നമ്മുടെ മുമ്പിലാണെങ്കിൽ ഒരു എനിമി ഉണ്ടാവും. നമ്മൾ ആ എനിമിയെ ഒന്ന് വെടിവെച്ചിടണം. ആ ഒരു എനിമി നമ്മെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചാടിയിട്ട് ഒന്ന് ഒഴിഞ്ഞു മാറണം. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ആ എനിമിയെ കില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും. ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒഴിഞ്ഞു മാറുന്നുണ്ട് എനിമിയുടെ ഷൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. നമുക്കിവിടെ മുകളിലാണെങ്കിൽ എനിമിയുടെയും നമ്മുടെയും ലൈഫ് കാണാൻ സാധിക്കും. ഓരോ എനിമി ഡെഡ് ആകുമ്പോഴും നമുക്ക് അടുത്ത എനിമി വരുന്നതായിരിക്കും, അതായത് അടുത്ത സ്റ്റേജ് വരുന്നതായിരിക്കും. ഞാൻ ഈ എനിമിയെയും കൊന്നു. അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്റ്റേജാണത് ഗൈസ്. ഇതാണെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി മാസ് എതിരാളിയാണിത്. എന്തായാലും നമ്മൾ ആ എനിമിയെയും തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചത് ടോക്കൺസ് ലഭിച്ചു. അതുമാത്രമല്ല ഈ ഗെയിം അവസാനിച്ചപ്പോൾ നമുക്ക് ആദ്യത്തെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് പെറ്റിന്റെ ഫുഡ് ലഭിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നിരവധി ഗെയിം കളിക്കുക. അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ടോക്കൺസ് ലഭിക്കുന്നതായിരിക്കും. ആ സ്മാർട്ട് ഫോൺ ടോക്കൺ ഇല്ല ഗൈസ്, അത് നമുക്ക് ആവശ്യം വരും നമുക്ക് ആ ബണ്ടിൽ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഗെയിം കളിച്ചിട്ട് ആ ടോക്കൺ എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ഗെയിമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കളിക്കാൻ സാധിക്കും. ദെൻ ഗൈസ് നമ്മൾ മെയിൻ പേജിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ വൈപ്പർ റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു പുതിയ ലക്കി റോയിലേക്കും പോകാം. പ്ലേ ടൈം ചാലഞ്ചിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബാറ്റിന്റെ സ്കിൻ എടുക്കാൻ സാധിക്കുന്ന ഒരു ഈവന്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ ഗെയിം കളിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ബാറ്റിന്റെ സ്കിൻ ഇന്ന് തന്നെ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫ്രണ്ട്സ് മറ്റുള്ള റിവാർഡ്സുകളായ കാറിന്റെ സ്കിന്ന്, ഇമോട്ടുകൾ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു പുതിയ ക്യാരക്ടർ, പിന്നെ പാൻഡ സ്കിന്ന് തുടങ്ങിയ റിവാർഡ്സുകൾ ലഭിക്കാൻ പോകുന്ന ഈവന്റുകൾ നമുക്ക് വൈകാതെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. കലണ്ടറിൽ ഇതിന്റെ ഡേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാം ലോഗിൻ റിവാർഡിൽ ബാറ്റിന്റെ സ്കിന്ന് ടോക്കൺ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബണ്ടിൽ ലഭിക്കുന്നുണ്ട്. സർഫോണിന്റെ സ്കിന്ന്, ഡബിൾ ട്രബിൾ മിഷൻ ലഭിക്കാൻ പോകുന്നത് പുതിയ ഇമോട്ട് കാർണ സ്കിന്നൊക്കെ ആയിരിക്കും. അതുമാത്രമല്ല ഈ കാണുന്ന ഈ ബണ്ടിലും നമുക്ക് സർഫോണിന്റെ സ്കിന്നും സെപ്റ്റംബർ 28 ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാനും സാധിക്കും. നമുക്കിവിടെ 40 ടോക്കൺ വേണം. അപ്പോൾ നമുക്കൊരു സെപ്റ്റംബർ 28 ആകുമ്പോഴേക്കും നമുക്ക് 40 ടോക്കൺസ് ഒക്കെ ആവുന്നതായിരിക്കും. കാരണം ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ടോക്കൺ ആണ്. പിന്നെ അതുമാത്രമല്ല നമ്മൾ നേരത്തെ ഗെയിം കളിച്ചില്ല, ആ ഗെയിമൊക്കെ നമ്മൾ ഡെയിലി കളിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ടോക്കൺ ലഭിക്കും. കൂടുതൽ ഈവന്റുകളും മിഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാർണ സ്കിൻ ഇമോട്ടൊക്കെ ലഭിക്കാൻ പോകുന്ന ഈവന്റുകൾ വരുന്നുണ്ട്. ആ ഈവന്റൊക്കെ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.